അപ്പൊ ഗായ്സ് ഞാനും സലാമും പോകാട് ബാംഗ്ലൂർക്ക്, അതും ഈ വണ്ടിയിലാ പോണ്. അപ്പൊ എപ്പോ എത്തും എങ്ങനെ എത്തും അറിയില്ല. അപ്പൊ എത്തിയാ കാണാം. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് ബാംഗ്ലൂർ കാഴ്ചകൾ കാണാം. 2 ദിവസം 3 ദിവസം കേട്ടോ. ഓക്കെ, സെറ്റ് പുറപ്പെട്ടു ഗായ്സ്. എല്ലാം സെറ്റ് ആക്കിട്ടോ. വണ്ടിന്റെ കോലം കണ്ടോ? വണ്ടിയൊക്കെ ആകെ നശിച്ച് ചളി പിടിച്ച് വല്ലോലും പിടിച്ചു വൈക്കന്ന്. പോലീസുകാരെ എന്ത് വണ്ടി പറഞ്ഞാണ് പിടിച്ചു ഞങ്ങളെ. വണ്ടി കോലം കണ്ടോ? അല്ല പോരാ ദീപോയിക്ക. അപ്പൊ ഞങ്ങള് സെറ്റ് ഇട്ടോ. ഞങ്ങള് പുറപ്പെടാൻ പോവാണേ. സെറ്റ് പോവാട്ടോ. പോയിട്ട് വണ്ടി അടുത്താണെങ്കിൽ വേറെ അല്ലെ ബസ്സിന് തിരിച്ചു വരാം ഞങ്ങള്. ഓക്കെ, പോവുകയാണ്. അപ്പൊ കണ്ടോ ചായ കണ്ടോ? ഇതിന് ചായ കണക്കാത്ത പൂത്ത കൊള്ളയാ, അങ്ങനത്തെ ചായയൊക്കെ ഉണ്ട്. കുത്തി കൊല്ലാൻ പറ്റി കണ്ടാ. അയ്യോ, അപ്പൊ പോയിക്കൊണ്ടിരിക്കടെ സെറ്റാണ്. നമ്മളെ ബാബുണ്ട് ഇവിടെ. ബാബു ഇവിടെ മറ്റേ ഇത് ഓറഞ്ചിന്റെ കച്ചവടം ചെയ്യണ്ട്. ബാബുവിനെ ശരിയാക്കിക്കാണ് കരുതിക്കണുണ്ട്. ബാബു ഞാൻ പോയിട്ടൊന്ന് കാണട്ടെ. ചെറുക്കന് റങ്കായിക്കോട്ടെ. ചെറുക്കൻ റങ്കാണ്. ചെറുക്കൻ ബാബു ഞങ്ങള് ചെറുക്കനാണ്. ഞാൻ ചിലപ്പോ ചോറ് വെച്ചിട്ടുണ്ടായി. നാളെ പോയപ്പോ വിളിച്ചേട്ടാ ഇവിടെ ചോറ് ഞാനേ. അപ്പൊ ഗായ്സ് നമ്മളെ നാട് കാണിച്ചാലോ കയറിക്കൊണ്ടിരിക്കാണ്. ഇങ്ങനെ നമ്മളെ യാത്ര മെല്ലെ മന്ദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ദം കണ്ടോ? ഒരു മന്ദനായി കുത്തിരിക്കണ കണ്ടോ? മന്ദൻ. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ സ്വീകരണ സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റാവും, സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? പോടാ നമ്മൾ സെറ്റായില്ലേ? കേട്ടോ, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏതായാലും ഇങ്ങനെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വയ്യായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, നമ്മള് 1-2 ദിവസം നല്ല, ചിലപ്പോ 2, 3, 4 ദിവസമൊക്കെ ബാംഗ്ലൂർ ഉണ്ടാവും. 3 ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടു നമ്മള്. അപ്പൊ നിങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ചായ കുടി സലാം സെറ്റല്ല. ഇപ്പൊ ഒരു ചായ കുടിച്ചു. എത്ര ടൈം? 12:30 കാണാനില്ലേ? 12:30 ചായ. ഇങ്ങനെ പോവാക്കും പോലെ. പിന്നെ ആള് മുതലാട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെയൊക്കെ സെറ്റാണ് ആള്. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ആവോ? ഇനി നമുക്കൊരു മൂത്രയിച്ചാൻ വേണ്ടി നിർത്താല്ലേ മാമ? അപ്പൊ എന്താ വെച്ചാല് അങ്ങനെ പോണ്. ആക്കം പോലെ സ്ലോയില് നമ്മളത് കാട്ട് കയറുമ്പോ എടുക്ക് തൊപ്പക്കാട് ഇല്ല, മസിനകുടി വഴി പോവില്ലല്ലോ നമ്മള്. ഇല്ല, നമ്മള് ഗുണ്ടൽപേട്ട അങ്ങനെ പോയിട്ട് അങ്ങനെ മൈസൂരിന്ന് അങ്ങനെ നമ്മള് ബന്ദിപ്പൂർ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ മൈസൂര് പോകും. മൈസൂർ പാലസൊക്കെ കണ്ട് ആക്കും പോലെ സാവധാനം കറങ്ങി തിരിച്ച് പിന്നെ നമ്മള് നേരെ ബാംഗ്ലൂർ പിടിക്കും. സെറ്റ് ആവൂല അങ്ങനെ പിടിച്ചാ? മൂത്രയിക്കണ്ടേ? ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഇജറങ്ങാണ് എൻജോയ് ചോദിച്ചോ? നമുക്ക് ചൂടാം. അപ്പൊ ജിലേബി ചൂടാ കേട്ടോ. നമ്മളെ മാൻകൂട്ടങ്ങളുണ്ട് ഇവിടെ. മാൻകൂട്ടല്ലേ? നാനാളായിട്ടൊരു കളി. ആകെ പ്രശ്നം. കട ഇത് കാട്ടാനല്ല കേട്ടോ, റോട്ടില് കാന. ആനയാണല്ലോ. ഇതാണ് മടത്തിലാന. മടത്തിലാനാള്. ഇയാളെ ഗീർ മാറ്റിട്ട് മാറുന്നില്ല അല്ലേ? ആ കാലായിട്ട് ചവിട്ടണൊക്കെ ഉണ്ടോ? ഞങ്ങള് കണ്ടു അങ്ങനെ ആനകളൊക്കെ കണ്ടോ. ആദ്യം കാട്ടാനാണ് എത്തിയതേ. കാട്ടാന മുന്നിലാന്ന്. എന്ത് കാട്ടാന? നമ്മള് ഒന്നും കാട്ടാൻ കഴിച്ചില്ല. അപ്പൊ ഞാൻ ആദ്യം കാട്ടാനാന്ന് എത്തി. പിന്നെ മനസ്സിലായത് അത് അതിന്റെ പുറത്ത് ഡ്രൈവർ കാക്കിട്ട് കണ്ട് ഡ്രൈവർ ഒത്തിരിക്കുന്നു. കാക്കിട്ടിരിക്കണേ അത് കണ്ടത്. ഇവിടെ ഫൈനാണ് കാക്കിട്ടിട്ടില്ലെങ്കിൽ ആന ഓടിക്കുമ്പോ. നമ്മുടെ പിന്നെ ഒന്നും വിഷയമല്ല. ഏതായാലും സംഭവം രസമായി. അവിടെ ഇനിയുണ്ട്. അഗ്നൂരിൽ കാട്ടുകൂടെ എന്തോ പരിപാടിയാട്ടെന്ന്. വിളയാട്ടാണല്ലേ കാട്ടുകൂടെന്ന്.
ഇഷ്ടം പോലെ ആനാളുണ്ട് അല്ലേ? ഇവിടുന്ന് പിടിച്ചല്ലേ വെറുതെ മറ്റേ ഇവിടുന്ന് പിടിച്ച് ഇതാക്കുന്ന ആനാളാണ് ഫുള്ളില്ലേ? അതിനാണ് അവിടെ തന്നെ അതിന്റെ കൂടില്ല. അതിനാ ഞാൻ പറഞ്ഞ മടത്തിലാന. മടത്തിൽ പറയുമ്പോ ഓലെ അടുത്തത് അല്ല എന്നാള് നമ്മളിതിനെ കണ്ടു അടുത്താണ്. എന്തത് കാണാത്ത കണ്ടില്ല നിങ്ങള്? അതാണ് മടത്തിലാന, മടത്തുകാരാന എന്നാണ് തോന്നുന്നുണ്ടോ? സംഭവം രസമായില്ല. എല്ലാ ആനാളെയും കാണാൻ പറ്റില്ല. ആനാളെ കാണാൻ പറ്റിയല്ലോ. കാട്ടാനാണെങ്കിലും നാട്ടാന ഞാൻ ആദ്യം കാട്ടാനാ ഇത് പെട്ടെന്ന് അവിടെ നിന്ന് കണ്ടപ്പോളേ ആന ഇറങ്ങി ഓടിക്കോ പറയാൻ നോക്കിയാണ് സംഭവം. ഏതായാലും അങ്ങനെ അത് കുട്ടികള് പിന്നെ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട് കഴിയാൻ പോവാണ്. തമിഴ്നാട് കഴിഞ്ഞ് കർണാടക ചാടാൻ പോവാണ്. എന്താണ് മുത്തങ്ങ, എന്താണ് മുത്തങ്ങ ഏതാണ് ചെക്ക് പോസ്റ്റ് വരില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ബന്ദിപ്പൂര് കിടക്കാൻ പോവാം. ബന്ദിപ്പൂര് കാടുകളുടെ ഉള്ളിലേക്ക് കർണാടകയ്ക്ക് കിടക്കുക. ഇനി എല്ലാവരും അല്ലേ, എല്ലാവരും ഇവിടെ ആണ് എത്തുമ്പോൾ ഉണ്ടാവും സ്റ്റോറി സ്റ്റാറ്റസ് വെക്കാൻ ഫോട്ടോ എടുക്കുക അല്ലേ. ഇവിടെ എത്തിയിട്ടാ വലിയൊരു പതയാന്ന് ചാടുക. ഒരു മനുഷ്യനും ഇല്ല കേട്ടോ, ആളും മനുഷ്യനെ കമ്മിയാണ്. വെള്ളിയാഴ്ച ആയോണ്ടേ മറ്റു മനുഷ്യന്മാരല്ല. ഇവിടെ എന്താ ചെക്കിങ് ഉണ്ട്, ഇവിടെ എന്തോ ചെക്കിങ് ഉണ്ട്, ചെക്കിങ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ബന്ദിപ്പൂര് കാടിൻ്റെ ഉള്ളിലെത്തി. ഇനി അടുത്ത പാക്കറ്റ് പൊട്ടിച്ചാണ്. അടുത്ത പാക്കറ്റ് പൊട്ടിച്ചാൽ കജ്ജിടുക തിന്നാൻ. ഇതന്നെ പരിപാടി. അടുത്തോളം കജ്ജിടുക തിന്നാണ്. കുഴപ്പമില്ല, പഴിച്ചിട്ടാ അറിയില്ല. ചാടി കിട്ടിയോ? നമ്മളിവിടെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെറുതെ കാഴ്ചണ്ടിക്കാന്ന് കരുതി. നമ്മൾ സാധനം വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സെറ്റാക്കി വെറുതെ ഒന്ന് കാറ്റുകൊണ്ടിട്ട് ഇത് ബോണ്ടൊക്കെ പൊക്കിയിട്ടാ. ഇവിടെ കുറേ ആൾക്കാരില്ല, എന്തോ ബേ 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 അറിയില്ല. ചിമിളി ഇട്ടുകൊണ്ട് നിൽക്കണ്ട ഇവിടെ ഒക്കെ. വായ കാറ്റടിച്ചിട്ട് ഇലകൾ ഇങ്ങനെ അല്ലേ, ചെറിയ വായല അവിടെയൊക്കെ. തക്കാളി പള്ളിക്കത്തെ മൈക്ക മാസമൊക്കെ കൊണ്ടിടോ, നേരാക്കാൻ കൊണ്ടുപോയി അല്ലേ. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ടയ്ക്ക് അടുത്ത യാത്ര. ഗുണ്ടൽപേട്ടയ്ക്കാണ് ഇനി അടുത്ത ലക്ഷ്യം. കാടൊക്കെ കഴിഞ്ഞിറങ്ങി ഇനി ഗുണ്ടൽപേട്ട. ആ 100 ഉറുപ്പിക ചാക്ക് ഫുള്ള് ഇത് കിട്ടും. ഗുണ്ടൽപേട്ടയിലെ അങ്ങാടി, ചീഞ്ഞങ്ങാടി. പന്നികൾ കാട്ടുപന്നികളെ പിടിച്ചോണ്ടല്ലോ. കാട്ടുപന്നി നല്ല വളർത്തു പന്നികളെ വണ്ടിയിൽ സാധനത്തിന് ആചാന സാധനം അങ്ങനെയല്ല ഉണ്ടാക്കി. ഒരു അജാന സാധനം കയ്യിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ ഞങ്ങൾ വെള്ളം ഇങ്ങനെ പോകുന്നു. ഉച്ചക്കെല്ലാം ഫുഡ് കഴിച്ചോണ്ടിരിക്കണം. 3 മണിയായി ഫുഡ് കഴിച്ചാൽ. പോന്നുങ്ങാണ്ട് അറിഞ്ഞില്ല, ടൈം ആയതേ അറിഞ്ഞില്ല അല്ലേ. ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കണം. നല്ല മീനും പച്ചരി ചോറ് അല്ലേ. അതെയോ?
റോഡിന്റെ ഹൃദയഭാഗങ്ങളാണ് അല്ലേ? റൂട്ട് തന്നെ കേരള വണ്ടിക്ക് ടൈലാണ് ശരിയാക്കിയത് നമ്മളെ. നമ്മളെ കാറ് ഗ്രില്ല് ചിക്കൻ കാറിലുണ്ടാക്കണ ഗ്രില്ല് ചിക്കൻ കഴിക്കാൻ പോവാ. നമ്മളേതാ ലോലിപോപ്പോ? ലോലിപോപ്പ് ഇല്ല, അതിൽ ഫ്ലവർ സ്മോക്ക്ഡ് അല്ലേ? അത് കാണുമല്ലോ, സംഭവമാണ്. ബാംഗ്ലൂർ ഹൈവേയിലാണ്, ഹൈവേയിൽ അത് തെറ്റും. കാറിന്റെ ബാക്കിലാണ് ഇത് ഉണ്ടാക്കുന്നത്, കാറിന്റെ ഡിക്കിയില്. സംഭവം സാധനം കഴിച്ചു. ടോപ്പ് ഇറങ്ങുന്നില്ല, ആവറേജ് കഴിക്കാം. പിന്നെ 120 ഉറുപ്പ്യാണ് 4 പീസിന്. അത്രേ ഉള്ളൂ. ഒരു വട്ടം കഴിച്ചാലേ ഒരു വട്ടം കഴിച്ചാണ്ടേ തിന്നണുണ്ടല്ലോ. പട്ടിയൊക്കെ എല്ലാം കാണാൻ കിട്ടിയ കാട്ടത്. ഒരട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചു പോയിക്കോട്ടെ. ബാംഗ്ലൂർ വരുമ്പോൾ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇനി കാറിലാണെങ്കിൽ ഇവിടുന്ന് കഴിക്കാം, കുഴപ്പമില്ല. ഹൈവേ കൂടെ പറക്കണില്ല, മെല്ലെ 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 മന്ദം 20-30 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരൊക്കെ 100-150 അങ്ങനെ പോണത്. ഞങ്ങൾ ഇങ്ങനെ 20, 10, 15, 30 സ്പീഡിൽ മാന്യമായിട്ട്. കാറിലൊന്നും അറിയില്ല. നമ്മളെ അവീരക്കണ്ടേ സെറ്റ് എടുത്തു. ആരിസ്ക്ക് എപ്പോഴും വരാ? മൈസൂർ മൊഞ്ചില് നടക്കണോളല്ലോ ഇവിടെ. എന്നാ എന്തിക്കാര് വേണ്ടെന്നോ? അപ്പൊ ഏതായാലേ വന്ന ക്ഷീണതൊക്കെ കുറച്ചേരാട് കടന്നു. ഇനി ഏതായാലും വീട് കിടക്കാൻ പോവാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബൈ.